പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആടി ഉലയുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കാണുകയാണ്. തൃണമൂലിന്റെ പരാജയത്തെ തുടർന്ന് ഉദ്യോഗസ്ഥ ഭരണതലത്തിലും പോലീസ് സംവിധാനത്തിലും മമതാ ബാനർജിയുമായും അവരുടെ പാർട്ടിയുമായുള്ള അകലം പാലിക്കൽ പ്രകടമാണ്. മുമ്പ് വിശ്വസ്തരായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഇപ്പോൾ മമതയുമായി അകലം പാലിക്കുന്നു. മുൻ ഭരണകൂടത്തിന്റെ നട്ടെല്ലായിരുന്ന പോലീസ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പഴയ നേതൃത്വത്തിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബി.ജെ.പി. സർക്കാർ അധികാരമേറ്റെടുത്തതോടെ ഭരണ സംവിധാനത്തെ ഉടച്ചു വാർക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ഭരണതലപ്പത്ത് വൻതോതിലുള്ള സ്ഥലം മാറ്റങ്ങൾ നടപ്പിലാക്കിയിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബി.ജെ.പി. സർക്കാർ വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ പുനഃസംഘടനയാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി 179 IPS ഉദ്യോഗസ്ഥർക്ക് പുതിയ നിയമന ഉത്തരവുകൾ നൽകി. IG റാങ്കിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ മുതൽ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ വരെയുള്ളവർ ഈ പട്ടികയിലുണ്ട്. ഇതിനു പുറമെ 12-ലധികം IAS ഉദ്യോഗസ്ഥരെയും അവരുടെ നിലവിലെ ചുമതലകളിൽ നിന്ന് മാറ്റി നിയമിച്ചുകൊണ്ട് പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതിനൊപ്പം മമതയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരായി കരുതപ്പെട്ടിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാടുകളിലുണ്ടായ മാറ്റവും വലിയ ചർച്ചയായിട്ടുണ്ട്. മമത തന്നെ കൊൽക്കത്ത പോലീസ് കമ്മീഷണറായി നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ CID തലവനായി അവർക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുകയാണ്. മമത ദില്ലിയിലായിരുന്ന സമയത്ത് അവരുടെ വസതിയിലും പാർട്ടി ഓഫീസുകളിലും CID റെയ്ഡുകൾ നടത്തിയതും ഉദ്യോഗസ്ഥ തലത്തിലെ ഈ മാറ്റത്തിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. മുമ്പ് മമതാ ബാനർജിക്ക് വേണ്ടി ധർണയിരിക്കുകയും പിന്നീട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്ത മുൻ പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ഇപ്പോൾ പൊതുരംഗത്ത് നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷനായിരിക്കുകയാണ്. മമതയുടെ പരാജയത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഈ നിശബ്ദത ഏറെ ശ്രദ്ധേയമാണ്. തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ നിശബ്ദ ശ്രമമായാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. അതേസമയം പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നതിനിടെ കോടിക്കണക്കിന് രൂപ വരുന്ന പാർട്ടി ഫണ്ടും മറ്റ് ആസ്തികളും ആർക്ക് ലഭിക്കുമെന്നതിൽ ചർച്ചയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടിയിലുണ്ടായ വലിയ പിളർപ്പോടെ പണത്തിനും ആസ്തികൾക്കും അവകാശി ആരെന്ന ചോദ്യമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴിയും മറ്റ് സംഭാവനകൾ വഴിയും 6 വർഷം കൊണ്ട് 2475 കോടി രൂപയാണ് പാർട്ടിക്ക് വരുമാനമായി കിട്ടിയത്. ഇതിനു പുറമെ കൊൽക്കത്തയിലടക്കം പാർട്ടി ഓഫീസുകളടക്കം ആസ്തികളുണ്ട്. തൃണമൂൽ കോൺഗ്രസ് 2025 ഒക്ടോബർ 13 സമർപ്പിച്ച ആദായ നികുതി റിട്ടേണുകളിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ ആകെ 219.3538 കോടി രൂപ വരുമാനം പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷം മെയ് 27 പ്രസിദ്ധീകരിച്ച അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റിപ്പോർട്ടിൽ 36 പ്രാദേശിക പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന പാർട്ടികളിൽ തെലുങ്കുദേശം പാർട്ടിക്ക് ശേഷം 2ാം സ്ഥാനത്താണ് തൃണമൂൽ. കഴിഞ്ഞ വർഷം തൃണമൂലിന് 184.08 കോടി രൂപ സംഭാവനയായി ലഭിച്ചു. സ്ഥിര നിക്ഷേപങ്ങൾക്ക് പലിശയായി 33.685 കോടി രൂപയും ലഭിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ TMCക്ക് 646.293 കോടി രൂപ ലഭിച്ചിരുന്നു. സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നതുവരെ 2019 ഏപ്രിൽ മുതൽ 2024 ജനുവരി വരെ 1609.5 കോടി രൂപയാണ് മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കിട്ടിയത്. 2025-26 സാമ്പത്തിക വർഷത്തെ വരുമാന കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.